ഹായ് നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ വളരെ ഹെൽത്തി ഫങ്ഷനിങ് ആയിട്ടുള്ള ഫാമിലീസും അതേപോലെ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലീസും ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഹെൽത്തി ഫങ്ഷണൽ ഫാമിലീസിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. അതായത് പാരൻസ്, ഫാദർ, മദർ, അതേപോലെ കുട്ടികൾ, ഗ്രാൻഡ് പാരൻസ്, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് എല്ലാവർക്കും പരസ്പരം ഏറ്റവും ബേസിക് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് മ്യൂച്വൽ റെസ്പെക്റ്റ്, പരസ്പര ബഹുമാനം. പരസ്പര ബഹുമാനം നിലനിൽക്കുന്ന വ്യക്തികൾക്ക് നിലനിൽക്കുന്ന ഫാമിലീസ് തീർച്ചയായിട്ടും ഒരു ഹെൽത്തി ഫങ്ഷനിങ് ഫാമിലീസ് ആയിരിക്കും. കാരണം ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓരോ വ്യക്തികൾക്കും തങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും ആഗ്രഹങ്ങൾ പറയാനും വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ഫാമിലിയാണ് ഹെൽത്തി ഫങ്ഷനിങ് ആയിട്ടുള്ള ഫാമിലി. എന്നാൽ നേരെ മറിച്ച് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലാത്ത, കാരണം വെച്ചാൽ ഒരു ഫാമിലിയിലെ ഒരു ഇൻഡിവിജ്വൽ, ഒരു മെമ്പറിന് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല, അതേപോലെ തന്നെ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളുണ്ടെങ്കിൽ അത് പറയാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരസ്പര സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അത് വളരെ അൺഹെൽത്തി ഫങ്ഷനിങ് ഫാമിലി അല്ലെങ്കിൽ ഒരു ഡിസ്ഫങ്ഷനിങ് ഫാമിലിയിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. അതോടുകൂടി തന്നെ ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. അതായത് ഓരോ മെമ്പേഴ്സിനും മറ്റുള്ള മെമ്പേഴ്സിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ എങ്ങനെയാണ്, അതായത് പാരൻസിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് തുറന്നു പറയാനുള്ള ഫ്രീഡം, ആ ഒരു സ്പേസ് അവിടെ ഉണ്ടാവണം. ആ ഫീഡ്ബാക്ക് പറയാനുള്ള സ്പേസ് ഉണ്ടാവണം. പാരൻസ് ഒട്ടും ലിസണിങ് അല്ല, ഞങ്ങളെ കുറച്ചും കൂടി ലിസണിങ് ആവണം, അല്ലെങ്കിൽ ഒട്ടും പേഷ്യൻസ് കാണിക്കുന്നില്ല, കുറച്ചും കൂടി പേഷ്യൻസ് കാണിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാൻ സ്പേസ് തരുന്നില്ല, അത് കുറേ കൂടി തരണം. അങ്ങനെ ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണം കുടുംബത്തിൽ. അപ്പോഴാണ് അതൊരു ഹെൽത്തി ഫങ്ഷനിങ് ഫാമിലി ആവുന്നത്. അതേപോലെ തന്നെ കുട്ടികളോടും തീർച്ചയായിട്ടും കുട്ടികൾക്ക് കൊടുക്കേണ്ട തിരുത്തലുകൾ, അവർക്ക് കൊടുക്കേണ്ട കറക്ഷൻസ് കൃത്യമായിട്ട് കൊടുക്കാനും അത് കേട്ട് കറക്ഷൻസ് എടുക്കുക എന്നുള്ളത് അതുപോലെ കുട്ടികളും പാരൻസും രണ്ടുപേരും തിരിച്ചും മറിച്ചും. കാരണം തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ കുട്ടിയെന്നോ അല്ലെങ്കിൽ പാരൻ്റെന്നോ അത്തരത്തിലുള്ളൊരു ഏജ് ഡിഫറൻസോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് തെറ്റിനെ മറച്ചു വെക്കാനായിട്ട് ചെയ്യുന്നത് തെറ്റാണ്. അത് ശരിയായ ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്പെറൻസിയും ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും ഉള്ള ഫാമിലീസാണ്, ഇൻഡിവിജ്വൽസിന് മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഫാമിലീസാണ് ഹെൽത്തി ഫങ്ഷനിങ് ആയിട്ട് പോകുന്ന ഫാമിലീസ്. അപ്പോൾ ഇതിന് നേരെ വിപരീതമായിട്ട് മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ല, ഫ്രീഡം ഇല്ല, ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ പോകുന്ന ഫാമിലീസാണ് ഡിസ്ഫങ്ഷണൽ ഫാമിലീസ് ആയിട്ട് പോകുന്നത്.